നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ മാസം 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 16-ാം തീയതി സന്ധ്യയ്ക്കാണ് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നത്. സൂര്യൻ്റെ മോശപ്പെട്ട രാശികളിൽ ഒന്നാണ് കർക്കിടകം. പഞ്ഞ രാശി, അതായത് ദാരിദ്ര്യം, ആരോഗ്യ പ്രശ്നങ്ങൾ, പൊതുവെ സൂര്യൻ നൽകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുതരം തേയ്മാനം ഉണ്ടാകുന്ന അവസ്ഥയാണ് കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ. ഓരോരുത്തരുടെ ഗ്രഹനിലയിൽ സൂര്യൻ എങ്ങനെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് കൂടുതലും ഫലപ്രദമാകുന്നത്. എന്നാലും സാമാന്യമായി പറഞ്ഞാൽ കർക്കിടകം സൂര്യൻ്റെ മോശപ്പെട്ട രാശിയിൽ ഒന്നാണ്. അപ്പോൾ കർക്കിടക രാശിയിലേക്കാണ് സൂര്യൻ്റെ സംഗമനം 16-ാം തീയതി സന്ധ്യയ്ക്ക്. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ൽ ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 2 ധനസ്ഥാനമാണ്, ജോലിയാണ്, കുടുംബമാണ്, തറവാടാണ്. അപ്പോൾ പ്രധാനമായും ഈ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെയും തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ തങ്ങളുടെ ക്രിയേറ്റീവായി ചെയ്യുന്ന, അതായത് ക്രിയാത്മകമായി ചെയ്യുന്ന കർമ്മ മേഖലയിലായാലും ശരി, സാമ്പത്തികം നേടുന്ന പ്രവർത്തനങ്ങളിലായാലും ശരി, കുടുംബത്തിലെ സമാധാനത്തിനും ഐശ്വര്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഇതിലെല്ലാം തന്നെ ഇവർക്ക് ഗുണം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണം. കാരണം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് രാഹുവും 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശുക്രനുമാണ്. 11-ൽ പാപഗ്രഹം വളരെ നല്ലതാണ് സാമ്പത്തിക നേട്ടത്തിന്. 2-ൽ ശുഭഗ്രഹം സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാലും നല്ലതാണ്. 2-ൻ്റെയും 7-ൻ്റെയും അധിപനായ ശുക്രനാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2-ൽ ബലവാനായി നിൽക്കുന്നത്. അതുകൊണ്ട് മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ പുരുഷന്മാരിൽ നിന്നും, അതുപോലെ തന്നെ മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾക്ക് അവരുടെ ജീവിത പങ്കാളിയായ ജീവിത സഖിയിൽ നിന്നുമൊക്കെ വരുമാനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഹ്ലാദമോ കുടുംബത്തിൽ ക്ഷേമമോ ഐശ്വര്യമോ വീട് മോടി പിടിപ്പിക്കലോ വീടിൻ്റെ ഗാർഹികമായ, അതായത് ആന്തരികമായ അന്തരീക്ഷം കുറച്ചുകൂടി ആനന്ദഭരിതമാവുകയോ ഒക്കെ ചെയ്യാം. പൊതുവെ ഗുണകരമാണ്. വലിയ സമ്മാനങ്ങൾ ലഭിക്കാം, പുതിയ വാഹനം വാങ്ങാം. അതുപോലെ തന്നെ 9-ാം ഭാവാധിപനായ വ്യാഴം സൂര്യനോട് ചേർന്ന് 3-ൽ നിൽക്കുന്നു. കുറച്ചു കാലം, ഏകദേശം ജൂൺ 9 മുതൽ ജൂലൈ 9 വരെയും സൂര്യനോട് വളരെ അടുത്തു വരുന്നതിനാൽ വ്യാഴത്തിന് മൗഢ്യം ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. മൗഢ്യത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ എന്തായാലും ആ മൗഢ്യത്തിൻ്റെ അവസ്ഥ മാറി. അപ്പോൾ വ്യാഴം അതിൻ്റേതായ ഗുണങ്ങൾ സമ്മാനിക്കും. എന്തായാലും 3-ലെ വ്യാഴം വലിയ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും 9-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ഈശ്വരീയമായ കർമ്മങ്ങൾ കുറച്ചുകൂടി ഇവർക്ക് അനുഗ്രഹമായി മാറും. സഹോദരന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണമുണ്ടാവും. അതുപോലെ തന്നെ നേത്രത്തിനോ അല്ലെങ്കിൽ നേത്രങ്ങൾക്കോ അല്ലെങ്കിൽ ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ രോഗമുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ബന്ധുജനങ്ങൾക്കോ സഹോദര വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കോ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ഊർജ്ജസ്വലതയും ഈശ്വരാധീനവും വർദ്ധിക്കുന്ന ഒരവസ്ഥയെ കാണുന്നുണ്ട് ഈ ആഴ്ചയിൽ. 7-ര ശനി അവർക്ക് തുടങ്ങി. അതുപോലെ തന്നെ വ്യാഴവും 3-ലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം അവരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിലും സാമ്പത്തികമായി കൂടുതൽ പണം നേടുന്നതിനുള്ള കാര്യത്തിലുമൊക്കെ തന്നെ അവർക്ക് അനുഗ്രഹമായി നിൽക്കുന്ന ഒരു കാലമാണ് ഈ ആഴ്ചയും. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും കേതുവും സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ചിലപ്പോൾ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഇവർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. മാത്രമല്ല അഗ്നികാരകനായ ചൊവ്വ അഗ്നി രാശിയിൽ, സൂര്യൻ്റെ രാശിയിലാണ് പോയി നിൽക്കുന്നത്. കേതുവിനും ധൂമകേതു എന്നൊരു അവസ്ഥ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തീ, ഇലക്ട്രിസിറ്റി, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, രക്തം ശരീരത്തിൽ കിനിയാൻ തക്കവണ്ണം മൂർച്ചയോ അതുപോലെ തന്നെ കുന്തത്തിൻ്റെ പോലെ കുന്തമുന പോലെ നിൽക്കുന്ന ആയുധങ്ങളോ വസ്തുക്കളോ ഉപയോഗിച്ച് ശരീരത്തിൽ പിയേഴ്സിംഗ് ആയിട്ടുള്ള കുത്തിക്കയറുന്ന ഒരു അവസ്ഥയുണ്ടായി രക്തം പോകുന്നതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. 5-ൽ നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. അത് സൂര്യൻ്റെ രാശിയാണ്. മാത്രമല്ല കേതു കൂടെ നിൽക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. അപകട സാധ്യതകൾ, അമിത വേഗതയിലുള്ള വാഹന സഞ്ചാരം അല്ലെങ്കിൽ ഡ്രൈവിംഗ്, അതുപോലെ തന്നെ ആളുകളോട് മനസ്സുകൂടിയാണ് 5-ാം ഭാവം. ആളുകളോട് പെട്ടെന്ന് തട്ടിക്കയറുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേസ്, വഴക്ക് ഇതൊക്കെ വരാം. അതുപോലെ സന്താനങ്ങൾക്കത്ര നല്ലതല്ല, അതും ശ്രദ്ധിച്ചു കൊള്ളണം. അത് പ്രത്യേകിച്ചും ഈ സാധാരണ നിലവിട്ടുള്ള പെരുമാറ്റങ്ങളോ പ്രവർത്തന രീതികളോ തിടുക്കത്തിലോ വേഗതയിലോ സാഹസികമായി ചെയ്യുന്ന കാര്യങ്ങളിലോ ആണ് ഈ അപകട സാധ്യത ഇവർക്കും സന്താനങ്ങൾക്കും ഒക്കെ കാണുന്നത്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാതെ പൊതുവെ ഇവർക്ക് ഗുണം ഉണ്ട്.
ഈ മൗഢ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ മൗഢ്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നത് ബുധൻ, അത് കഴിഞ്ഞാൽ ശുക്രൻ, അത് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ, പിന്നെ ജൂപ്പിറ്റർ, അതായത് വ്യാഴം, ശനി, ഇവർക്കാണ് സൂര്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മൗഢ്യം ഉണ്ടാവുക എന്ന് പറയുന്നത്. നാം ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ സൂര്യനോട് കൂടി അടുത്ത് ഏകദേശം സഞ്ചരിക്കുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനും അത് കഴിഞ്ഞാൽ ശുക്രനുമാണ്. ബാക്കി ഗ്രഹങ്ങൾ സ്വാഭാവികമായും അകലത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൗഢ്യം വ്യാഴത്തിനും ശനിക്കും വലുതായി ബാധിക്കണം എന്നില്ല. മൗഢ്യത്തെക്കുറിച്ച് പലരുടെയും വീഡിയോ കണ്ടപ്പോൾ പറയേണ്ടി വന്ന ഒരു കാര്യമാണിത്. വ്യാഴത്തിനെ മൗഢ്യം അങ്ങനെ ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്, കുറച്ച് വരുമേ ഉള്ളൂ, അതും ഏകദേശം 11 ഡിഗ്രിയോളം അടുത്തു ചെല്ലുമ്പോൾ. അപ്പോൾ ജൂൺ 9 മുതൽ ജൂലൈ 9-നകത്ത് ഈ 11 ഡിഗ്രി ഭേദിച്ചുകൊണ്ട് സൂര്യൻ്റെ അടുത്ത് പ്രവേശിച്ചതിനാലാണ് ഇങ്ങനെയൊരു വർത്തമാനം പറയുന്നത്. മാത്രമല്ല, എടുത്തു പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന അവസ്ഥയ്ക്കാണ്, സൂര്യനോട് അടുത്ത് നിൽക്കുന്നു എന്ന അവസ്ഥയിലാണ് മൗഢ്യം കൽപ്പിക്കപ്പെടുന്നത് എന്ന്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു തോന്നൽ മാത്രമാണെങ്കിലോ വക്രഗതിയും അതുപോലെ തന്നെ മൗഢ്യവുമൊക്കെ പലപ്പോഴും തോന്നലാണ്. തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് തെറ്റായ ധാരണകൾ ഉണ്ടാകാം. എന്തായാലും എല്ലാവരും കൂടെ പാടുന്നതിൻ്റെ കൂടെ പറയുമ്പോൾ തന്നെ വ്യാഴം ഈ മൗഢ്യാവസ്ഥ കഴിഞ്ഞു എന്ന് വേണം ഇപ്പോൾ ചിന്തിക്കാൻ. പക്ഷേ മൗഢ്യത്തെക്കുറിച്ച് വലിയ ആകുലതകളൊന്നും വേണ്ട. കാരണം സൂര്യനോടടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ അത് കൂടുതൽ സാധിക്കൂ. അതുകൊണ്ടാണ് ബുധന് മൗഢ്യമുള്ളപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായോ അല്ലെങ്കിൽ അറിവ് നേടുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൽ ഉപയോഗിച്ച് ജീവിക്കുന്നവരുടെ കാര്യത്തിലോ കുഴപ്പങ്ങളുണ്ടാകും. അല്ലെങ്കിൽ 10ാം ഭാവാധിപത്യമോ ലഗ്നാധിപത്യമോ മറ്റേതെങ്കിലും തരത്തിൽ ബുധന് പ്രാമാണിത്യമുള്ള ഗ്രഹനിലകളിൽ ബുധന് മൗഢ്യം വന്നാൽ പ്രശ്നം വരുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശുക്രന് മൗഢ്യം വന്നാൽ ശൃംഗാരാദി വിഷയങ്ങളിൽ താല്പര്യം കുറയുമെന്നും, ബൗദ്ധികമായി ബുദ്ധിപരമായി ശക്തി കുറയില്ല. തീർച്ചയായിട്ടും ശുക്രൻ്റെ തനത് സ്വഭാവമായ കാമം, അതുപോലെ തന്നെ പ്രണയം, ലൈംഗികത, ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ ഒരു പീരീഡിൽ മൗഢ്യം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അത് കൂടുതലായി ബാധിക്കാൻ സാധ്യതയുള്ളൂ. സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അടുത്തത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14, 15, 18, 19 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തനതു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് കാണുന്നത്. തങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലും വർത്തമാനം പറയുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന ജോലികളിലുമെല്ലാം തന്നെ ഒരുതരം പൂർണ്ണത ഇവർക്കുണ്ടാകുന്നതായും അതിൻ്റെ ഫലമായി സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രശംസ പിടിച്ചുപറ്റാനും ഇവർക്ക് സാധിക്കുമെന്ന് കാണുന്നു. ഉല്ലാസ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കോ യാത്ര പോകുന്നതായി കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമൊത്തുള്ള സഞ്ചാരം, സഹവാസം, ഇതൊക്കെ ഇവർക്ക് കൂടുതൽ മാനസിക ഊർജവും സന്തോഷവും നൽകുന്നതായി കാണുന്നു. സാമ്പത്തികമായി നല്ല നേട്ടമുള്ള ആഴ്ച തന്നെയാണ്. കൂടുതലായും ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലയിൽ കുറച്ചുകൂടി ഇവർക്ക് ഇവരുടെ മനസ്സർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനക്ഷമത പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശംസ പിടിച്ചുപറ്റാൻ ഇവർക്ക് സാധിക്കും കൂടെയുള്ളവരുടെ. അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റമോ സാമ്പത്തികമായ കയറ്റമോ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയും ഈ ആഴ്ച തെളിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വർത്തമാനം കേൾക്കാൻ സാധിക്കും. പുതിയ സുഹൃത്തുക്കളെ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ചില പ്രത്യേക കാര്യങ്ങളിലോ ഒക്കെ തന്നെ ആ ആഗ്രഹത്തിന് സഫലീകരണം ഉണ്ടാകുന്ന ആഴ്ചയായിട്ടും കാണുന്നുണ്ട്. കർമ്മമേഖലയിൽ ഇവർക്ക് ഇവരുടെ കഴിവനുസരിച്ച്, പ്രത്യേകിച്ചും ഓരോ വ്യക്തിക്കുമുള്ള കലാപരമോ അല്ലെങ്കിൽ ഇതരമായ മറ്റെന്തെങ്കിലും കഴിവുകളോ ഉണ്ടെങ്കിൽ ആ കഴിവ് പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മമേഖലയിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം 2-ലും ശനി 11-ലും രാഹു 10-ലുമാണ്. 4ാം ഭാവത്തിൽ ചൊവ്വയും അതുപോലെ തന്നെ കേതുവും സഞ്ചരിക്കുന്നതിനാൽ ഇവർ 12ാം ഭാവാധിപത്യവും അതുപോലെ തന്നെ 7ാം ഭാവാധിപത്യവുമുള്ള ചൊവ്വയ്ക്കൊരു മാരകാധിപത്യമുണ്ട്. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഈ വ്യക്തികൾ തന്നെ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യവും പ്രത്യേകമായി എടുത്തു പറയുന്നു. അതുപോലെ തന്നെ ശാരീരികമായി മാർവിടം, അതുപോലെ തന്നെ ഈ ഡയഫ്രത്തിൻ്റെ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നീറ്റലോ അല്ലെങ്കിൽ എരിച്ചിൽ പോലെയൊക്കെയോ തോന്നാൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ അസിഡിറ്റിയോ ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായി അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ അത് എടുത്തു പറയത്തക്ക ഒന്നാണ്. സാമ്പത്തികമായി അമിത ചെലവ് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അത്
പ്രധാനമായും ആരോഗ്യ സംബന്ധമായ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ മനസ്സിനുണ്ടായ ചില ക്ഷതങ്ങൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകളോ ഒക്കെ ആകാം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരം തന്നെയാണ് ഈ ആഴ്ച. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ നല്ല വിജയം, അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്തുള്ള സഞ്ചാരം, ഇതൊക്കെ കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും അമിത ചെലവ് വരുന്നു. അമിത ചെലവ് തങ്ങളുടെ തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കോ മാനസിക സംബന്ധമായ ചില വ്യഥകൾ മാറ്റിയെടുക്കുന്നതിനോ വേണ്ടിയാണ്. അപ്പോൾ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഈ മൗഢ്യം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വ്യാഴത്തിന് ഇപ്പോൾ കുറച്ചുകൂടി ബലം വന്നിട്ടുണ്ട് 2-ൽ. അപ്പോൾ ഇതുവരെ രോഹിണി, അതുപോലെ തന്നെ കാർത്തിക മുക്കാൽ, മകയിരത്തിൻ്റെ ആദ്യ അര, ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ട് മെച്ചമൊന്നും കണ്ടില്ലെങ്കിൽ ഇനി അത് കണ്ടു തുടങ്ങാനുള്ള സാധ്യതയും ഇവിടെ തെളിയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, 17 ആണ് നല്ല ദിവസങ്ങൾ താരതമ്യേന. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശനി 10ാം ഭാവത്തിൽ കണ്ടകശനിയാണ്. അതുപോലെ തന്നെ രാഹു 9ൽ ഭാഗ്യസ്ഥാനത്ത് രാഹു, 12ൽ ശുക്രൻ, 2ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു, 3ൽ ചൊവ്വയും കേതുവും. 2ലെ ബുധൻ വളരെ ഗുണത്തെ കൊടുക്കും. പ്രത്യേകിച്ചും തങ്ങളുടെ മേഖലയിൽ, തങ്ങൾക്ക് അറിയാവുന്ന മേഖലയിൽ ഏറ്റവും നന്നായി ആ കഴിവ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ അവർക്ക് കൂടുതൽ തിളങ്ങാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട രംഗത്ത് നല്ലവണ്ണം ശോഭിക്കാൻ സാധിക്കും. ത്വക്ക് സംബന്ധമായി അലർജി അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമെന്ന് കാണുന്നു. വ്യാഴം അനുകൂലമായി മാറിയതിനാൽ, ജന്മവ്യാഴം അത്ര നല്ലതൊന്നുമല്ലെങ്കിലും കുറച്ചുകൂടി ബലം, സാത്വികമായ ബലം വ്യാഴത്തിന് വന്നിരിക്കുന്നതിനാൽ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു മാറ്റമുണ്ടാകാം. ജീവിത പങ്കാളിയുടെ ജോലിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ, പോസിറ്റീവായ തീരുമാനങ്ങൾ ഉണ്ടാകാം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, അതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ചില സംരംഭങ്ങൾ, ഇതെല്ലാം തന്നെ ഗുണകരമായി വരുന്നതായിട്ട് കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ചില മാന്ദ്യ ഭാവങ്ങൾ, അതായത് തടസ്സങ്ങൾ, അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. ആളുകളുമായി ഇടപഴകുന്ന കാര്യത്തിലുണ്ടായിരുന്ന വൈമനസ്യങ്ങൾ മാറുന്നു. പുതുതായി ആരംഭിക്കുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന മുടക്കങ്ങൾ മാറുന്നു. സാമ്പത്തികമായ നേട്ടവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്. എന്നാൽ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ അല്ലെങ്കിൽ വിചാരിച്ചിരിക്കാത്ത ചില തടസ്സങ്ങളോ ഇവരുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകും. എല്ലാം അല്പം താമസിച്ചായിരിക്കും ഇവർക്ക് എന്ന മട്ടിൽ ഒരു മന്ദഗതി ഉണ്ടാകാനുള്ള സാധ്യത. അതായത് ശനി 10ൽ നിൽക്കുന്നതിനാൽ കർമ്മം ആണ്. ബ്രെഡ് വിന്നിങ്ങിന് വേണ്ടിയിട്ടുള്ള കർമ്മം മാത്രമല്ല, തങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിനും വേണ്ടി സമ്പാദിക്കുന്ന ധനത്തിനു വേണ്ടിയുള്ള കർമ്മം മാത്രമല്ല 10 കൊണ്ട് ചിന്തിക്കേണ്ടത്. മനസാ വാചാ കർമ്മണ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പ്രാഥമികമായ കൃത്യനിർവഹണത്തിന് വേണ്ടിയുള്ള ചലനം ഉൾപ്പെടെ കർമ്മത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവെ ഒരു ആലസ്യമോ അല്ലെങ്കിൽ പൊതുവെ ഒരു തടസ്സമോ എല്ലാ കാര്യത്തിലും അല്പം താമസമോ ഉണ്ടാകാം. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് 3ൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ഊർജ്ജസ്വലത സമ്മാനിക്കും. പരാജയബോധം വന്നാലും താമസം കൊണ്ടുണ്ടാകാവുന്ന നൈരാശ്യം ബാധിച്ചാലും അതിനെ അതിജീവിച്ചുകൊണ്ട്, അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ ശക്തിയാൽ ഇവർക്ക് കൂടുതൽ മുന്നേറാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇവരുടെ മനസ്സിൻ്റെ ഒരു കടുപ്പം കൊണ്ട്, അതിൻ്റെ ഊർജ്ജസ്വലത കൊണ്ടായിരിക്കും പല തടസ്സങ്ങളെയും ഇവർ അതിജീവിക്കുക. അതുകൊണ്ട് തന്നെ തോൽവിയോ അല്ലെങ്കിൽ ദോഷമോ പറയാൻ സാധിക്കില്ല. മറ്റുള്ളവർക്ക് ഇവർക്ക് യഥാർത്ഥ സമയത്തിൽ ചില വിജയം വന്നില്ലല്ലോ എന്നുള്ള വ്യസനമുണ്ടെങ്കിലും ഈ മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് അത് അങ്ങനെ തന്നെ തോന്നണമെന്നില്ല. അവരവരുടെ കഴിവ് ഉപയോഗിച്ച് മുന്നേറുക തന്നെ ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയം, ഞരമ്പുകൾ, അതുപോലെ തന്നെ നേത്രങ്ങൾ, ഈ ഭാഗത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ സഹോദര സ്ഥാനത്തുള്ളവർക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ അപകട സംബന്ധമായ കാര്യങ്ങളോ പൊള്ളലേൽക്കാനുള്ള സാധ്യതയോ വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയോ ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര വളരെ സൂക്ഷിക്കുക. ഊർജ്ജസ്വലതയൊക്കെ നല്ലതാണെങ്കിൽ പോലും അതിസാഹസികത പാടില്ല. സ്വാഭാവികമായും ആശുപത്രിവാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചലനാത്മകതയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന, ചലനത്തിന് പ്രശ്നമുണ്ടാക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ വരാം. പാദങ്ങൾ സൂക്ഷിക്കണം പ്രത്യേകമായി. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനും അത്ര നല്ലതല്ല. ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അകാരണമായ ഭയം ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ പിതാവിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗുരു കാരണവന്മാർക്കോ ആ തരത്തിലുള്ള വ്യക്തികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള മരണഭയം,
മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ആശങ്കകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അകാരണമായ ചില ഭയങ്ങൾ ഇടയ്ക്കിടെയെങ്കിലും വരാം. പക്ഷേ ചൊവ്വയൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ ഇവരെ സഹായിക്കുകയും ചെയ്യും. ഈ ആഴ്ചയിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന മേന്മയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18, 19 ആണ് മേന്മയുള്ള ദിവസങ്ങൾ. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ രാഹുവും 9-ൽ ശനിയും ജന്മത്തിൽ ബുധനും അതുപോലെ തന്നെ 2-ൽ ചൊവ്വയും കേതുവും 12-ൽ വ്യാഴവും സൂര്യനും 11-ൽ ശുക്രനുമാണ്. 11-ലെ ശുക്രൻ ഇവർക്ക് ഗുണത്തെ ചെയ്യുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ വരുമാനം സർവാഭീഷ്ടം, 11-ാം ഭാവം സർവാഭീഷ്ടം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ഫലപ്രദമാകണം, ഫലഭൂയിഷ്ടമാകണം എന്നുള്ള ഒരു അവസ്ഥ ഇവർക്കുണ്ട്. അതുകൊണ്ട് ദേവീ കടാക്ഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായി തന്നെയുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ചില ആഗ്രഹങ്ങൾ നേടുന്ന കാര്യത്തിലായാലും ശരി, അവരുടെ കുടുംബത്തിലെ കാരണവൻ സ്ഥാനത്തുള്ളവരുടെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഇവർക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാര്യത്തിലായാലും ശരി വളരെ ഗുണകരമാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ മംഗളകരമായ കാര്യങ്ങളോ ഒക്കെ തന്നെ ഈ സമയത്ത് നടക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന, മറ്റ് ഒരു കാരണങ്ങളാലും അല്ല, ഭാഗ്യം കൊണ്ട് മാത്രം നടക്കാതിരുന്ന, നിർഭാഗ്യം കൊണ്ട് മാത്രം നടക്കാതിരുന്ന ചില കാര്യങ്ങൾ ഭാഗ്യം അനുകൂലമായി മാറുന്നതിനാൽ നടക്കും എന്ന് വേണം ചിന്തിക്കാൻ. അത് ഈ ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ ഇവർക്കുണ്ടാകണം. ഈ ആഴ്ചയിൽ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ. അത് ഈ ആഴ്ച കഴിഞ്ഞാലും അതൊക്കെ സാധ്യമാകും. അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്ന് കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രന്മാർക്ക് ഗുണവും, അതുപോലെ തന്നെ കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരിൽ നിന്നും ഗുണം കാണുന്നു. പുതുവസ്ത്രം ലഭിക്കുക, IT ഉപകരണങ്ങൾ സമാനമായി ലഭിക്കുക, വീട് മോടി പിടിപ്പിക്കുക, വാഹനം വാങ്ങുക അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുക തുടങ്ങി മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അല്ലെങ്കിൽ സമുദായത്തിൽ, സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന കാര്യങ്ങൾ, കുറച്ചുകൂടി ഗരിമ കാണിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ സാധിക്കും. പ്രണയ സാഫല്യത്തിനും വിവാഹ സാഫല്യത്തിനും സാധ്യതയുണ്ട്. ശാരീരികമായി ത്വക്ക് സംബന്ധമായി കുറച്ച് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ത്വക്കിന് എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാവുക, അതുപോലെ തന്നെ മറ്റ് ഈ പ്രധാനമായും ഈ ശരീരത്തിൽ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഭാഗങ്ങളിൽ, ഈർപ്പമുള്ള ഭാഗങ്ങളിൽ സ്കിൻ ഡിസീസ് ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകാവുന്ന സ്കിൻ ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ ചിലർക്കൊക്കെ വലിയ അലർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ച് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കാൻ നിൽക്കും. അത്തരം അസുഖങ്ങൾ ഉള്ളവരായിരിക്കും ഇങ്ങനെ പ്രതികരിക്കുക എന്നേ അവരോടൊക്കെ പറയാനുള്ളൂ. അസുഖം ഏതായാലും അത് പറയുന്നതിൽ തെറ്റെന്താണ്? സ്വന്തം പല്ലിട കുത്തി നാറ്റാൻ ശ്രമിക്കുന്ന ചിലരാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്. അവർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണിത്. എന്നെ ഇതൊന്നും ബാധിക്കാനും പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം അസുഖങ്ങൾ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക. ത്വക്ക് രോഗത്തിന് സാധ്യതയുണ്ട്, അലർജി അസുഖത്തിനും സാധ്യതയുണ്ട്. അതുപോലെ വാക്ക് വളരെ സൂക്ഷിക്കണം. മുഖത്തിനും അപകട സാധ്യത പറയുന്നുണ്ട്. ത്വക്കാണ് പ്രധാനമായും എന്ന് പറയുമ്പോൾ ത്വക്കിനും അത് സംഭവിക്കാം. ചൂട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, തീയ്, ഇതിൽ നിന്നൊക്കെ മുഖത്തിന് പൊള്ളലേൽക്കാനോ മുഖത്തിൻ്റെ സ്കിന്നിന് ഏതെങ്കിലും തരത്തിലുള്ള കളർ ഷെയ്ഡൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീകൾ ചമയങ്ങൾ അണിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല ഗുണമുള്ള ചമയം യൂസ് ചെയ്യുക. കൃത്രിമ മാർഗങ്ങളിലൂടെ സൗന്ദര്യം നേടാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധിക്കണം. കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ കവിൾത്തടങ്ങൾ, നെറ്റിത്തടം, ചെവി, പല്ല്, മോണ, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ തീർച്ചയായും ചാർജ് ചെയ്തുകൊണ്ട് മുഖത്തിനോട് ചേർത്ത് പിടിച്ച് ഈ ഒരു കാലത്തിലെങ്കിലും സംസാരിക്കാതിരിക്കുക. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ രാഹു കൂടി നിൽക്കുകയാണ്, 9-ൽ ശനിയുമാണ്. അപ്പോൾ ഭാഗ്യവും ഇവർക്ക് അനുകൂലമല്ല. അതുപോലെ തന്നെ അഷ്ടമം ആയുസ്സിൻ്റെയും അപ്രതീക്ഷിത സംഭവങ്ങളുടെയും സ്ഥലമാണ്. അവിടെ പാപഗ്രഹമായ രാഹു നിന്നാൽ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ല. ഇതൊന്നും പറയാൻ പാടില്ല. ഒരു ഗ്രഹം വല്ലാത്തൊരവസ്ഥയിൽ നിന്നാൽ അത് പറയുക തന്നെ ചെയ്യും. അതിനൊന്നും ആർക്കും ചൊറി വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13-ാം തീയതി നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ
13-ാം തീയതി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ. പിന്നെ 18, 19 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസങ്ങളാണ് അവർക്ക് ഗുണം: 13, 18, 19. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനും വ്യാഴവും, അതുപോലെ 10-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, 12-ൽ സഞ്ചരിക്കുന്ന ബുധൻ, ജന്മത്തിൽ ചൊവ്വയും കേതുവും, രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട്, അഷ്ടമത്തിൽ ശനി. നല്ല കാര്യങ്ങൾ ആദ്യം പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അനുകൂല സ്ഥിതിയാണ് ഏറ്റവും ഗുണകരമായി വരുന്നത്. വ്യാഴവും സൂര്യനും പരസ്പരം ഇപ്പോൾ സൂര്യനിൽ നിന്ന് കുറച്ചുകൂടി വ്യാഴം അകന്നതിനാൽ സ്വാഭാവികമായും വ്യാഴത്തിൻ്റെ സ്വാഭാവികമായ ശക്തി ഇവർക്ക് കിട്ടണം. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായ വ്യാഴമാണ്. 5ഉം 8ഉം ഭാവാധിപത്യം ഉണ്ടെങ്കിൽ ശുഭഭാവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. മാത്രമല്ല സൂര്യരാശികളിൽ ധനുവിനാണ് മൂലക്ഷേത്ര പ്രമാണമുള്ളത്. അതുകൊണ്ട് തന്നെ മൂലക്ഷേത്രാധിപനായ വ്യാഴം 11-ൽ നിൽക്കുന്നതിനാൽ സ്വാഭാവികമായും ഇവർക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിലും ആഗ്രഹ സഫലീകരണ കാര്യത്തിലും ഗുണം തന്നെ കാണുന്നുണ്ട്. വിധി എത്രമേൽ ഇവർക്കെതിരെ നിന്നാലും ഒടുവിൽ ഇവരുടെ ഭാഗം തന്നെ ജയിക്കുന്നതായി കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, വിദേശയാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇവിടെ ജോലി ചെയ്യാനോ പഠന സംബന്ധമായ കാര്യങ്ങളിൽ വിദേശത്തു പോകാനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്ന് വലിയ പ്രശംസയുണ്ടാകും. സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമേഖല ഈ ആഴ്ച ഇവർക്ക് തുറന്നു കിട്ടുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ സാമ്പത്തിക നേട്ടവും കർമ്മമേഖലയിൽ വിജയവും ഇവർക്ക് ഉറപ്പാണ്. 12-ലെ ബുധൻ, മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്ന പ്രമാണം വെച്ച് ഇവർക്ക് ധാരാളം ക്രിയേറ്റിവിറ്റി, ഇവരുടെ ഉൽപാദനക്ഷമത തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യാപരിപ്പിക്കാൻ സാധിക്കും. 11-ാം ഭാവാധിപൻ കൂടി 12-ൽ നിൽക്കുന്നതിനാൽ ചെലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖം, ശരീരത്തിൽ അല്ലാതെ തന്നെ അപകട സാധ്യതകൾ, കാരണം ചൊവ്വയും കേതുവും അഗ്നികാരകത്വം വഹിച്ചുകൊണ്ട് ലഗ്നത്തിൽ ശരീരത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഓപ്പറേഷന് വിധേയമാവാനുള്ള സാധ്യത, അപകട സാധ്യത, രോഗം, ഇൻഫെക്ഷൻ ഇതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത, പൊള്ളലേൽക്കാനുള്ള സാധ്യത, ഭാരമുള്ള വസ്തുക്കളോ കൂർത്തുമൂർത്ത വസ്തുക്കളോ ശരീരത്തിൽ പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് ക്ഷതമുണ്ടാവുകയോ ചെയ്യാം. കലഹവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, വ്യവഹാര സാധ്യത ഇതൊക്കെ ഉണ്ട്. 7-ൽ അഷ്ടമത്തിൽ ശനി കൂടി നിൽക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങളെ നാം കൂടുതൽ ഭയപ്പെടണം. അതുപോലെ ശുക്രൻ 10-ൽ നിൽക്കുന്നത് ശ്രദ്ധിക്കണം. 6, 7, 10 ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലം നല്ലതല്ല. ഇവിടെ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ വലിയ യോഗവും ശരഭയോഗവും വരെ പറയുന്ന അണ്ണന്മാരുണ്ട്. പക്ഷേ ഇത് അതൊന്നുമല്ല. 10-ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ, ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് സ്ത്രീകളാൽ ഉപദ്രവം, അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ അപവാദങ്ങൾ ഉണ്ടാകാം. ഇതിനൊക്കെ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായി ദോഷമൊന്നും ഉണ്ടാവില്ല. കർമ്മമേഖലയിൽ ഇവരുടെ കഴിവിന് ദോഷമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അപവാദങ്ങൾ, പ്രശ്നങ്ങൾ അത് കൂടെയുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14, 15 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിലാണ് വ്യാഴവും സൂര്യനും സഞ്ചരിക്കുന്നത്. സൂര്യൻ കർക്കിടകത്തിലേക്ക് പോവും 16-ന് ശേഷം. അപ്പോൾ അതുകൊണ്ട് 10-ലും 11-ലും സൂര്യൻ സഞ്ചരിക്കുന്നത് നല്ലതാണ്. 11-ാം ഭാവം കർക്കിടകത്തിൽ സൂര്യന് വലിയ ബലമൊന്നുമില്ലെങ്കിലും ഭാവം കൊണ്ട് നല്ലതാണ്. അപ്പോൾ അധികാരികളുമായി ബന്ധപ്പെട്ട് വരുമാന വർധനവ്, ജോലിയിൽ ഉയർച്ച ഇതെല്ലാം ഉണ്ടാവാം. ജോലിയിൽ എന്തായാലും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഒരു ദൈവാനുഗ്രഹം, പ്രത്യേകിച്ച് ദേവീ കടാക്ഷമുണ്ട്. ശുക്രൻ 9-ൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ ശനി ആയതുകൊണ്ട് നിൽക്കുന്ന ദേശമോ താമസിക്കുന്ന സ്ഥലമോ മാറാം. വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നേക്കാം. ഉദര സംബന്ധമായ രോഗമോ ഒക്കെ ഉണ്ടാകാം. കടബാധ്യതയിൽ നിന്ന് നേരിയ തരത്തിലെങ്കിലും ആശ്വാസം ഉണ്ടാകാം. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ അത് ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ആലസ്യം മൂലമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള തടസ്സം മൂലമോ ആ ജോലിയിൽ നിന്ന് മാറി നിന്നിരുന്നവർ, ആ പ്രവർത്തനങ്ങളിൽ നിന്ന് മുടക്കം വന്നു നിന്നിരുന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നു. അവർ വീണ്ടും സജീവമായി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഗുണവും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. അതുപോലെ തന്നെ
തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാഴ്ച തന്നെയാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയും. കർമ്മരംഗത്ത് ഇവർക്ക് ശത്രുക്കളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഇവരുടെ തന്നെ കുടുംബത്തിലെ ചില ആൾക്കാർ ഇവരുടെ ഉയർച്ചയിലോ അല്ലെങ്കിൽ ഇവരുടെ പോക്കിലോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ മനോവിഷമം ഉണ്ടായിട്ട് പാരകൾ പണിയാനുള്ള സാധ്യത നല്ലവണ്ണം കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്കാണ് വരുമാന വർധനവോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനോ ഉള്ള സാധ്യതയുള്ളത്. ആരോഗ്യം രക്ഷിക്കണം, ആരോഗ്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്കാപ്പുറത്തായിരിക്കും ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ ചില യാത്ര നടത്തുമ്പോഴോ ഒക്കെ ആയിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുക. പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരിക, അതുപോലെ തന്നെ മനസ്സിന് ആഘാതമേൽക്കുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരിക എന്നൊക്കെ കാണുന്നു. പക്ഷേ എല്ലാത്തിനും മീതെ ഈശ്വരാനുഗ്രഹം ദൈവീകടാക്ഷം ഉള്ളതിനാൽ ഈ ഘട്ടങ്ങളെയൊക്കെ, ഈ മോശഘട്ടങ്ങളെയൊക്കെ ഇവർ അതിജീവിക്കുക തന്നെ ചെയ്യും. അതിന് സംശയമൊന്നും വേണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ ഞാൻ പറഞ്ഞു. രോഗം, ശാരീരികമായ അപകട സാധ്യത, പൊള്ളലേൽക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ വാഹന അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സൂചനകൾ കാണുന്നുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിക്കും ആരോഗ്യ സംബന്ധമായ അത്ര നല്ല കാലമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, 17 ആണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 8-ലാണ്, 9-ൽ വ്യാഴവും സൂര്യനും സഞ്ചരിക്കുന്നു. മാസം പകുതിയോടുകൂടി ആഴ്ചയിൽ പകുതിയോടുകൂടി സൂര്യൻ 10-ാം ഭാവത്തിലേക്ക് പോകും. 11-ൽ ചൊവ്വയും കേതുവും നിൽക്കുന്നു. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസം കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഇവർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായമുണ്ടാകുന്നു. അല്ലെങ്കിൽ ഇവർ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, ഇവർക്ക് മറ്റാരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ആ ബാധ്യത കൃത്യമായി നിറവേറ്റപ്പെടാനുള്ള സാധ്യത കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു. മനസ്സിന് സമാധാനം ലഭിക്കുന്ന ആഴ്ചകൾ, മനസ്സിന് സമാധാനം ലഭിക്കുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ തുടക്ക ദിവസത്തിന് ശേഷം ഏകദേശം 4ഓളം ദിവസങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കെട്ടിടങ്ങളിൽ നിന്നോ ഭവനങ്ങളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ ഇവർക്ക് മനസമാധാനം കിട്ടുന്ന ചില ആദായങ്ങൾ ഉണ്ടാകുന്നു. അത് ഇവർക്ക് ഇവരുടെ ഭാവി കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൽക്കാലത്തെ ചില ആശ്വാസത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ് കാര്യം. ഈശ്വരാധീനം ഉണ്ട്. പ്രത്യേകിച്ച് ജൂലൈ 9-ാം തീയതിക്ക് ശേഷം കുറച്ചുകൂടി ശക്തമായൊരു അനുഗ്രഹം ഇവരിലേക്ക് വരുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായി തങ്ങളുടെ കർമ്മ മേഖലയിൽ ഉയർച്ച കാണുന്നു. ഇവരുടെ അടുത്ത തലമുറയുടെ നൈരാശ്യമൊക്കെ മാറി കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇവരുടെ മക്കളുടെ സ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അമ്മാവന്മാരോ ഇവർ കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളിലോ ഒക്കെ തന്നെ ഉള്ളവർക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലത വരികയും കുറച്ചുകൂടി ക്രിയാത്മകമായി ബുദ്ധിപരമായി കാര്യങ്ങളെ നേരിടുകയും പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. വരുമാനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഏത് വിധേനയും തങ്ങളുടെ കടബാധ്യതയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായി വിവിധ ഉദ്ദേശ പരിപാടികളിൽ നിന്നുമൊക്കെ ധനം ആർജിക്കാനുള്ള പദ്ധതികൾ ഇവരിലേക്ക് വരുന്നു. അത്തരം കാര്യങ്ങളിൽ നിന്ന് ധനം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഭൂമി കച്ചവടം, അതുപോലെ തന്നെ കഠിന വസ്തുക്കൾ, ഇരുമ്പിൻ്റെയൊക്കെ കട്ടിയുള്ള വസ്തുക്കൾ, അതൊക്കെ വിറ്റ് ആദായം കിട്ടുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുവെ ഗുണകരമാണ്. ദോഷം എന്ന് പറയാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണെങ്കിലും എപ്പോഴും അകാരണമായ ഭയവും ആശങ്കകളും ഇവരെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. സന്താനങ്ങൾക്ക് ത്വക്ക് സംബന്ധമായ രോഗമോ ചിലപ്പോഴെങ്കിലും മറവി രോഗമോ ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കും കാണുന്നു. അതുകൊണ്ട് പൊതുവെ സ്കിൻ അലർജി, ശ്വാസകോശ സംബന്ധമായ അലർജി, ജലത്തിൽ നിന്നോ ജലോൽപ്പന്നങ്ങളായ വസ്തുക്കളിൽ നിന്നോ ശരീരത്തിൽ അലർജിയോ വിഷമോ ബാധിക്കാനുള്ള സാധ്യത ഇതൊക്കെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18, 19 ദിവസങ്ങളാണ്. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ മാതാവുമൊത്തുള്ള യാത്രയൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാഹനവും വളരെ സൂക്ഷിച്ചോടിക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത രാശി എന്ന് പറയുന്നത്, അടുത്ത കൂറ് എന്ന് പറയുന്നത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം,
അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 7ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ പോയി സൂര്യൻ നിൽക്കുന്നു. അഷ്ടമത്തിൽ ജൂലൈ പകുതി വരെ അഷ്ടമത്തിലും അത് കഴിഞ്ഞാൽ 9ലുമാണ് സൂര്യൻ്റെ നില. അഷ്ടമത്തിൽ നിൽക്കുമ്പോഴും 9ൽ നിൽക്കുമ്പോഴും സൂര്യൻ വലിയ ഗുണത്തെ ചെയ്യുന്നില്ല. അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് തന്നെ, വൃശ്ചികത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വരാം. വ്യാഴം 8ൽ നിൽക്കുന്നതിനാൽ ആ അപകടത്തിൻ്റെ തീവ്രതയെ അല്ലെങ്കിൽ രോഗാവസ്ഥയുടെയോ മോശാവസ്ഥയുടെയോ തീവ്രതയെ അല്പം കുറയ്ക്കാം. അഷ്ടമത്തിലെ വ്യാഴം വലിയ ദുഷ്ടത്തരമൊന്നും നേരിട്ട് ചെയ്യില്ല. പക്ഷേ ദുഷ്ടത്തരം എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ തടുക്കാൻ അഷ്ടമ വ്യാഴത്തിന് സാധ്യത കുറവാണ്. പ്രത്യേകിച്ചും ഭാഗ്യാധിപനായ വ്യാഴം, ധനാധിപനായ വ്യാഴമാണ് പോയി 8ൽ നിൽക്കുന്നത്. ഓർക്കാപ്പുറത്ത് ധനം ഇവരിലേക്ക് വന്നു ചേരാം. ചിലപ്പോൾ ലോട്ടറിയൊക്കെ അടിക്കാം. കിട്ടാത്തിടത്തു നിന്ന്, പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് ധനമൊക്കെ വരാം. എന്നാൽ ആരോഗ്യ സംബന്ധമായോ സന്താന സംബന്ധമായോ അത്ര നല്ലതല്ല. അതുപോലെ ചില കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാം. വിവാഹ സംബന്ധമായ കാര്യത്തിലും ചില പ്രതീക്ഷകൾക്ക് മാറ്റം വരികയോ കാലതാമസം വരികയോ ചെയ്യാം. അതുപോലെ തന്നെ സൂര്യൻ പോയി 8ൽ നിൽക്കുന്നതിനാൽ ഹൃദയം, നയനം, അതുപോലെ തന്നെ ഞരമ്പുകൾ ഈ ഭാഗത്ത് എന്തെങ്കിലും അവശത വരാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ പകുതിക്ക് ശേഷം പിതാവിനും അത്തരം അവസ്ഥകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാരും അവരുടെ പിതാവും വളരെ ശ്രദ്ധിക്കണം എന്ന് വേണം പറയാൻ. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും എതിർത്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സിൻ്റെ ബലവും ശാരീരികമായ ബലവും ഇവർക്ക് കൃത്യമായി കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റത്തെ കാര്യക്ഷമതയും അതിൽ നിന്ന് വിജയവും ഉണ്ടാകുന്നു. ശുക്രൻ 7ൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബ സംബന്ധമായ കാര്യങ്ങളിലോ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലോ അത്രമേൽ ഒരു വിശ്വാസമോ ഒരു താല്പര്യമോ ഇപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് രോഗമോ അവശതയോ ഉണ്ടാകാം. മാതാവിനും ചെറിയ അവശതകൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ കർമ്മരംഗവും പ്രവർത്തന രംഗവും ഇവർക്ക് പരാജയമൊന്നുമാവില്ല. തീർച്ചയായിട്ടും അതിൽ നിന്ന് വരുമാനവും സാമ്പത്തിക നേട്ടവും ഒക്കെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് തങ്ങളെക്കുറിച്ച് അപവാദങ്ങളോ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതോ ഏറ്റവും വേണ്ടപ്പെട്ടവരോ ചിലപ്പോൾ കൂടെ പ്രവർത്തിച്ചിരുന്നവരോ ഒക്കെ ആകാം. അല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ചിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടം ഈ വൃശ്ചികത്തിൽപ്പെട്ട നക്ഷത്രക്കാരോട് ഇപ്പോൾ ഉണ്ടാകാം. അതിലൊന്നും മനസ്സ് കുടുങ്ങാതെ ഏതെങ്കിലും തരത്തിലുള്ള നൈരാശ്യമോ മറ്റോ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഇവർക്കെന്തായാലും ഉണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ രാശിനാഥൻ, അതായത് കൂറിൻ്റെ അധിപനായ ചൊവ്വ ബന്ധുക്ഷേത്രത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. കർമ്മകാരകൻ്റെ ഭാവത്തിൽ പോയി ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് വരുമാനമോ അതുമായി ബന്ധപ്പെട്ട് ധനമോ മറ്റ് സഹായങ്ങളോ ആർജിക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അമിത വേഗത പാടില്ല. ത്വക്ക് സംബന്ധമായ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും നയനങ്ങൾക്കും ഹൃദയം, ഞരമ്പ് ഈ ഭാഗത്തിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സൂചനകളുണ്ട്. ഓരോ പ്രായമനുസരിച്ചൊക്കെ ആയിരിക്കും ഇത് വരിക. എല്ലാവർക്കും ഇത് ഒരുമിച്ച് വരും എന്നുള്ള ധാരണയിലൊന്നുമല്ല പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13-ാം തീയതി നല്ലതാണ്. ശേഷം 18, 19 ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. സൂര്യനും സഞ്ചരിക്കുന്നു. ആഴ്ചയുടെ പകുതിക്ക് ശേഷം 16-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം സൂര്യൻ അഷ്ടമത്തിലേക്ക് പോകുന്നു. ശുക്രൻ 5ലാണ്. ശുക്രൻ 6ലാണ് സഞ്ചരിക്കുന്നത്. ധനുക്കൂറിനെ സംബന്ധിച്ച് 6ലാണ് ശുക്രൻ. ശുക്രൻ്റെ 6ലെ സഞ്ചാരം അത്ര നല്ലതല്ല. എന്നാൽ ബുധൻ ഇവർക്ക് വലിയ ഗുണത്തെ ചെയ്യുന്നു. അതുപോലെ തന്നെ വ്യാഴവും ഗുണത്തെ ചെയ്യുന്നു. സൂര്യൻ 7ൽ നിൽക്കുന്നത് കുടുംബ സംബന്ധമായ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളോ അകൽച്ചയോ ഉണ്ടാക്കാമെങ്കിലും ആ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് വ്യാഴം ഇവരെ സഹായിക്കുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഉപാധികൾ വഴിയോ സൗഹാർദ്ദങ്ങൾ വഴിയോ ഒക്കെ ഈ ഗ്രഹാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വിദേശത്ത് ജോലി അനുകൂലമാവുന്നതിനോ അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോ കൂടുതൽ ബലവത്താകുന്നു. അത്തരം കാര്യങ്ങളിൽ ഉറപ്പുണ്ടാകുന്നു. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുറന്നു കിട്ടുന്നു. ഒരുമിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടിയോ അനുകൂലമായ തീരുമാനങ്ങളോ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വരുമാന മാർഗം വർദ്ധിക്കുന്നു. തങ്ങളുടെ കഴിവും അതുപോലെ തന്നെ തങ്ങൾ കഴിവുകളിൽ നിന്ന് നേടുന്ന ധനാഗമ മാർഗവും കുറച്ചുകൂടി ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ കൂടുതൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നു. ഒരിടം വിട്ട് മറ്റൊരിടത്തേക്ക്
പ്രവർത്തനങ്ങൾ മാറ്റാൻ സാധിക്കുന്നു. ചിലപ്പോൾ തങ്ങളുടെ ഓഫീസ് മേഖല മാറാം, ചിലപ്പോൾ തങ്ങളുടെ പ്രവർത്തന രീതി തന്നെ മാറാം. പൊതുവെ ഇവർക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ഒരേ സമയം നെഗറ്റീവായും പോസിറ്റീവായും ജീവിത പങ്കാളി ഇവരോട് പെരുമാറുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ ലേശം സംശയമോ കൺഫ്യൂഷനോ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാം. ജീവിത പങ്കാളിയിൽ നിന്ന് ചിലപ്പോൾ മോശപ്പെട്ട അനുഭവങ്ങൾ, ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഹൃദയം, ഞരമ്പുകൾ, അതുപോലെ തന്നെ നയനങ്ങൾ, ഈ ഭാഗങ്ങൾ ആഴ്ചയുടെ പകുതിക്ക് ശേഷം ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. അതുപോലെ പിതാവിനും ആരോഗ്യസ്ഥിതി നല്ലതല്ല എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ആദ്യ ദിവസം കഴിഞ്ഞാൽ വളരെ ഉന്മേഷഭരിതമായ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആദ്യ പകുതിക്ക് തൊട്ടു മുമ്പുള്ള 2 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ശത്രുക്കളിൽ നിന്ന് പോലും ഇവർക്ക് സഹായമുണ്ടാകുന്നു. സഹോദരന്മാരും അടുത്ത ബന്ധുക്കളും സഹായിക്കുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കാര്യക്ഷമതയും പ്രവർത്തന രംഗത്തെ തടസ്സങ്ങളുമൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15 ആണ് താരതമ്യേന മേന്മയുള്ള ദിവസങ്ങൾ. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു, സ്വന്തം രാശിയിൽ. അത് വളരെ നല്ലതാണ്. ഭാഗ്യസ്ഥാനത്ത് ദേവീ കടാക്ഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ മറ്റെന്തു വേണം എന്ന ചോദ്യം പോലെ ഭാഗ്യമാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് പരാജയപ്പെട്ടു പോയേക്കാം എന്ന് തോന്നുന്ന മേഖലകളിൽ പോലും ഭാഗ്യം ഇവരെ കടാക്ഷിച്ചത് വിജയമായി മാറും. അതുപോലെ ഒട്ടും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു പോകും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടത്തുവാനായി ഇവരെ സഹായിക്കും. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. കലാപരമായ കഴിവുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതിലൊക്കെ തന്നെയും ഇവർക്കിപ്പോൾ വിജയം കാണുന്നു. ഈശ്വരാധീനം കുറവുണ്ട്. വ്യാഴം പോയി നിൽക്കുന്നത് 7ലും 6ലാണ്. എന്നാൽ ശുക്രന്റെ നില കൂടുതൽ ബലമാണ്. ഇവിടെ 5ൽ ബലത്തോടു കൂടി നിൽക്കുന്നു. അതുകൊണ്ട് ശുക്രനെ വേണം ഇവിടെ കൂടുതലായി നാം ആശ്രയിക്കാൻ. അത് എന്തായാലും മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല മകരക്കൂറിന്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനിയും ശുക്രനും ബുധനും പരസ്പരം ബന്ധുക്കളായതിനാലും ഗുണമാണ്. അതുപോലെ 7ലാണ് ബുധൻ സഞ്ചരിക്കുന്നത്. 7ലെ ബുധന്റെ സഞ്ചാരം ചാരവശാൽ അത്ര നല്ലതല്ലെങ്കിലും ബുധൻ ദോഷമൊന്നും അവിടെ ചെയ്യില്ല. 8ൽ നിൽക്കുന്ന ചൊവ്വയെയും കേതുവിനെയും വേണം മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കാൻ. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഗ്വാദങ്ങൾ ഉണ്ടായാൽ അത് കേസിലോ മറ്റ് ചില വിഷമങ്ങളിലോ ഒക്കെ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിൽ മുറിവുണ്ടാവുക, അമിത വേഗത പാടില്ല, പൊള്ളലേൽക്കാനുള്ള സാധ്യത, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. അഗ്നികാരകനായ ചൊവ്വ അഗ്നി രാശിയിലാണ് നിൽക്കുന്നതെന്ന ഓർമ്മ വേണം. അപ്പോൾ ചൂട് ഭൗതികമായ ചൂട് മാത്രമല്ല ആന്തരികമായ ചൂടും ഉണ്ടാകാം. പോലുള്ള പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുക വഴി ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയോ അപകട സാധ്യതയോ കലഹമുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ 2ാം ഭാവത്തിലെ രാഹു, അപ്പോൾ സ്വാഭാവികമായും 2ലേക്ക് ചൊവ്വയുടെയും കേതുവിൻ്റെയും ദൃഷ്ടി കൂടി വരുന്നത് കൊണ്ട് വാക്ക് പലപ്പോഴും ക്ഷുഭിതമായി പുറത്തേക്ക് വരാം. അതുതന്നെ കലഹത്തിനോ പ്രശ്നങ്ങൾക്കോ ചിലപ്പോൾ കേസിനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കേസ് എന്ന് പറയുമ്പോൾ നിയമപരമായ കാര്യങ്ങളെല്ലാം ചിന്തിക്കണം. ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരിക, അല്ലെങ്കിൽ കോടതിയിൽ കയറേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ക്ഷതം സംഭവിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ 7వ ശനി പൂർണ്ണമായും മാറിയതിനാൽ ഇവർക്ക് പൊതുവെ കാര്യങ്ങൾക്ക് ഗുണമാണ്. ഈശ്വരാധീനവും ഉണ്ട്. വയറ് ശ്രദ്ധിക്കണം, ഉദരം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ അപകട സാധ്യതകളും, അതാണ് ഇവർക്ക് നെഗറ്റീവായിട്ട് അല്പമെങ്കിലും പറയാൻ ഇപ്പോൾ സാധ്യതയുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ നല്ലതാണ്. അതിനുശേഷം ആദ്യ പകുതിക്ക് ശേഷമുള്ള അടുത്ത ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. അപ്പോൾ നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ 13, പിന്നെ 16, 17 ആണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ലെ വ്യാഴത്തിൻ്റെ സഞ്ചാരവും 4ൽ ശുക്രൻ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതുമാണ്. അതുപോലെ 6ലെ ബുധനും വളരെ ഗുണത്തെ ചെയ്യും. 7ൽ നിൽക്കുന്ന ചൊവ്വയും കേതുവും അത്ര നല്ലതല്ല. പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന ചില പാരകളെയും ആരോഗ്യ സംബന്ധമായ കാര്യത്തെയും പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ വഴക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പരസ്പരമുള്ള ഈഗോ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഗ്രഹാന്തരീക്ഷത്തിൽ ഒച്ചപ്പാടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടതായി വരാം. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഇപ്പോൾ ചിലപ്പോൾ ഓക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം.
എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ 2-ൽ ശനിയാണ്, ജന്മത്തിൽ രാഹുവാണ്. അപ്പോൾ തെറ്റായി ധരിക്കപ്പെടുന്ന ഒരുപാട് കർമ്മങ്ങളിലൂടെ തെറ്റിദ്ധാരണകൾ പടർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സത്യസന്ധമായും സുതാര്യമായും ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടണം. 2-ലെ ശനി പെട്ടെന്ന് ക്ഷോഭിച്ച് അധമ വാക്കുകൾ പറയാനുള്ള സാധ്യതയുണ്ട്. 2ഉം കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാം, ജോലിയിൽ ചേഞ്ച് ഉണ്ടാകാം, ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ ഇവരെ ഇപ്പോൾ സംരക്ഷിച്ചു നിർത്തുന്നത് 4-ൽ ബലവാനായി നിൽക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായ ശുക്രനും അതുപോലെ തന്നെ 5-ൽ നിൽക്കുന്ന വ്യാഴനുമാണ്. 5-ൽ സൂര്യൻ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ഗുണമാണ് അവിടെ കൂടുതൽ വരിക. 6-ലോട്ട് ജൂലൈ 16-ന് ശേഷം സൂര്യൻ പോകുന്നുണ്ട്. 6-ലെ സൂര്യൻ വലിയ ദോഷത്തെ ചെയ്യില്ല. ഉദരസംബന്ധമായ അസിഡിറ്റിയോ പ്രശ്നങ്ങളോ ഈ പറയുന്ന 16-ന് ശേഷം ഉണ്ടാകാമെങ്കിലും പൊതുവെ അവരുടെ കർമ്മമേഖലയിൽ അവർക്ക് നല്ലതാണ്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ സഹായിക്കുകയും സാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തികമായ നേട്ടം, ഭൗതികമായ വസ്തുക്കൾ, പ്രത്യേകിച്ചും വീടിന് പറ്റിയ വസ്തുക്കൾ വാങ്ങുക, പുതിയ ഫർണിച്ചർ വാങ്ങുക, പുതിയ വസ്ത്രം ലഭിക്കുക, അതുപോലെ തന്നെ വാഹനം മോടി പിടിപ്പിക്കുക, വീട് മോടി പിടിപ്പിക്കുക, വീട് വാങ്ങുക, വീട് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുക. ഇത്തരം കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹവും കാണുന്നുണ്ട്. സൗഹാർദ്ദങ്ങൾ വർദ്ധിക്കുന്നു, കുറച്ചുകൂടി മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് ജോലി വ്യാപിക്കുന്നു. ഇങ്ങനെ പൊതുവെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വരുമാന സംബന്ധമായ കാര്യങ്ങളിലും ഗ്രഹാന്തരീക്ഷത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഗുണമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുമായിട്ടുള്ള കലഹത്തിനും സാധ്യതയുണ്ട്. ലോവർ അബ്ഡമിൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളിലൊക്കെ അസുഖമോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭാശയ രോഗങ്ങൾ, പ്രസവ സംബന്ധമായ ചില അസ്കിതകൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 18, 19 ആണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 3-ൽ ശുക്രൻ, 4-ൽ വ്യാഴം, 4-ൽ സൂര്യൻ, 16-ന് ശേഷം 5-ലോട്ട് പോകുന്നു. ജന്മത്തിൽ ശനി, 12-ൽ രാഹു, 5-ൽ ബുധൻ, 6-ൽ ചൊവ്വയും കേതുവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്രഹം 4-ൽ അല്പമെങ്കിലും സഞ്ചരിക്കുന്ന, 4-ൽ അല്പമെങ്കിലും ഭേദത്തോടെ സഞ്ചരിക്കുന്ന വ്യാഴമാണ്. സൂര്യൻ 4-ൽ അത്ര നല്ലതല്ല, 5-ലോട്ട് പോകുമ്പോഴും അത്ര നല്ലതല്ല. ശുക്രൻ 3-ൽ സ്ഥാനബലത്തോടെ സഞ്ചരിക്കുന്നതിനാൽ ശുക്രൻ ഗുണത്തെ ചെയ്യും. കാരണം 6-ലും 7-ലും 10-ലും ചാരവശാൽ സഞ്ചരിക്കുമ്പോഴാണ് ശുക്രൻ ദോഷത്തെ പ്രദാനം ചെയ്യുക. ഇവിടെ 3-ൽ ദോഷമൊന്നും ചെയ്യില്ല. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയോടുകൂടി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള മനസ്സ്, അങ്ങനെ പ്രവർത്തിച്ചാൽ കിട്ടുന്ന സാമ്പത്തിക നേട്ടം, ബന്ധുഗുണം, സഹോദര ഗുണം, നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ, തങ്ങളുടെ മനസ്സ് കൂടുതൽ ഊർജം, ഉന്മേഷം പ്രാപിക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളിലെയും നൈരാശ്യം മാറിക്കിട്ടുക, വ്യസനം മാറുക, രോഗത്തിൽ നിന്ന് മുക്തി നേടുക, പ്രത്യേകിച്ചും മാനസികമായ ആശങ്കകളിൽ നിന്ന് മുക്തി നേടുക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നു. പിതാക്കളുടെയും അതുപോലെ തന്നെ ഗുരു കാരണവന്മാരുടെയും അനുഗ്രഹം നേടാൻ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ പഠനമോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആദായങ്ങളോ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. പഠനത്തിൻ്റെയും ജോലിയുടെയും കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പിതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. പൊതുവെ അത്തരം കാര്യങ്ങളിലൊക്കെ ഗുണമാണ്. അതുവരെ ഉണ്ടായിരുന്ന ചില ധാർമ്മികതകൾ, ചില അധാർമിക പ്രവർത്തനങ്ങൾ, അതുപോലെ ധാർമ്മികതയ്ക്ക് മോശം വന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അതിനൊക്കെ ഒരു സുല്ലിടുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടി പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു. വീട്ടിലെ അന്തരീക്ഷം കുറച്ചുകൂടെ സോഫ്റ്റ് ആകുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ മാതാവിന് ഹൃദയ സംബന്ധമായോ നേത്ര സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാദസംബന്ധമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്ന മാതാവോ മാതൃതുല്യരായ വ്യക്തികൾക്കോ മാതാവിൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർക്കോ ഇപ്പോൾ ദോഷം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. വാഹനവുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ലങ്സിൻ്റെ ഭാഗത്തൊക്കെ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അസിഡിറ്റി മൂലവും ചില കഷ്ടപ്പാടുകൾ ഇവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദരം ശ്രദ്ധിക്കണം. ഉദരത്തിൽ ശസ്ത്രക്രിയയോ മറ്റോ വേണ്ടിവരാം. എത്രമാത്രം വിജയവും തങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരെയും ഒരു ആത്മപരിശോധനയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ കാണാവൂ. ആരും എപ്പോൾ വേണോ ഈ വ്യക്തികൾക്ക്, മീനക്കൂറിൽപ്പെട്ട വ്യക്തികൾക്ക് പാരയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, പിന്നെ 16, 17 ആണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കലിയുഗത്തിൽ ജപമാണ് പരമപ്രധാനം. അപ്പോൾ ശനിദേവനെ
പുകഴ്ത്തുന്ന സ്തുതിക്കുന്ന ഓം ശനൈശ്വരായ നമ ജപിക്കുക. കറുത്ത വസ്ത്രം ശനിയാഴ്ച ധരിക്കുക. അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക, അവരെ സഹായിക്കാൻ ശ്രമിക്കുക. ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം, അതുപോലെ തന്നെ കടുംപായസം ഇതൊക്കെ കഴിപ്പിക്കുകയും ചെയ്യാം. കറുത്ത വസ്ത്രം സമർപ്പിക്കാം. അതുപോലെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വിഷ്ണുദേവന് അല്ലെങ്കിൽ ബൃഹസ്പതിക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം. പാൽപ്പായസ നൈവേദ്യം, അതുപോലെ നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഓം നാഗായ നമ അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. നാഗദോഷങ്ങൾക്ക് 100 പാലും കൊടുക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന കേതുദോഷ പരിഹാരത്തിന് ജപിക്കുക. അതുപോലെ ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക. ഉണ്ണിയപ്പ നിവേദ്യം, അർച്ചന ഇതൊക്കെ നടത്തുക. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.